सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्म विद्वरं मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपादमहं वन्दे परमानन्दमाधवं परमानन्दमाधवम्। ओम पार्थाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणी। ഹരി ഓം. ഏവർക്കും നമസ്കാരം. നമ്മൾ ഒരാഴ്ചക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അപ്പം കഴിഞ്ഞ അതിൻ്റെ ഇടയിലുള്ള ഒരു ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്താ ഇതുവരെ കണ്ടത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. മുഴുവനായിട്ടൊന്നുമില്ല, ഒരു 2 മിനിറ്റിൽ ഒന്ന് സമ്മറൈസ് ചെയ്യും. അതായത് അർജുനനോട് ഭഗവാൻ സംസാരിച്ചു തുടങ്ങി. ഏറ്റവും മികച്ച ഉപദേശത്തിൽ തുടങ്ങിയെന്നാണ്. ഏറ്റവും മികച്ച ഉപദേശം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ, മെനി പ്രോബ്ലംസ് വൺ സൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലോ. ആ സൊല്യൂഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങി. എന്താണ്? നീ പൂർണ്ണനാണ്, നീ ദുഃഖിക്കേണ്ടവനല്ല, നീ ആത്മസ്വരൂപിയാണ് എന്ന് പറഞ്ഞു തുടങ്ങി. നീ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എൻ്റെ ഒരു തോട്ട് ഫ്ലോ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ദുഃഖിക്കരുത് എന്ന് കണ്ടു. പിന്നെയോ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കണ്ടു. എങ്ങനെ ജീവിക്കണം? ഈ ലോകത്തിലെ എല്ലാം എന്താണ്? വന്നും പോയും ഇരിക്കുന്നതാണ്. അത് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കും. ഇതില് കൂടുതൽ സുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ എക്സൈറ്റഡ് ആകേണ്ട കാര്യമില്ല. ദുഃഖമാകുന്ന സമയത്ത് കൂടുതലായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെന്താണ്? ഇതിനെ തിതിക്ഷയോടുകൂടി എന്താണ്? അപ്രതീകാരപൂർവകമായിട്ടുള്ള ചിന്താവിലാപരഹിതമായിട്ട് ഇതിനെ നേരിട്ടുകൊണ്ട് ജീവിക്കും. ഈ തിതിക്ഷ എങ്ങനെ ഉണ്ടാവും? തിതിക്ഷ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു. എങ്ങനെയാണ്? കൃത്യമായിട്ട് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് സഹിക്കാൻ പഠിക്കാൻ പറ്റും. കാര്യം എന്നാ? ഈ കാണുന്നതൊക്കെ പെറ്റി കാര്യങ്ങളാണ്. ഇത് അത്ര വില കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പിൻ പ്രിക്സ് എന്നെല്ലാം പറയില്ലേ, അതിനെ നമ്മൾ വലിയ സംഭവമായിട്ട് കൊണ്ടുപോകത്തില്ല. നമ്മൾ പോട്ടെ എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്കിത് പഠിക്കാൻ അല്ലെങ്കിൽ ഈ ഇതിനെ നോക്കിക്കാണാൻ പറ്റുമോ എന്നുള്ളതാണ് കാര്യം. അപ്പം എന്താണ് നിത്യമായിട്ടുള്ളത്, എന്താണ് അനിത്യമായിട്ടുള്ളത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തിതിക്ഷ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ആ തിതിക്ഷയുടെ ഫലം അമൃതത്വമാണ് എന്നല്ല നമ്മൾ കണ്ടു. ഇത് ഒരു പോർഷനാണ്, സംഖ്യ പാർട്ടാണ്. ഇവിടെ ആത്മാവിനെ പറ്റിയൊക്കെ വിശദീകരിക്കുന്നുണ്ട് പലതായിട്ട്. അത് നമ്മൾ കണ്ടില്ല. നമ്മൾ പ്രത്യേകിച്ച് ടോപ്പിക് ടോക്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടില്ല. എങ്കിലും അതിനുശേഷം അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണം ഭഗവാൻ. അതുകൊണ്ട് എന്താണ്? ധർമ്മോപദേശം ചെയ്തു. ചില ആൾക്കാർ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിനെ കയറി പിടിക്കുവേ, ഇത് അർജുനനെ കൊണ്ട് ഭഗവാൻ യുദ്ധം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യണം. കാര്യം വെച്ചാൽ അർജുനന്റെ പണിയെടുക്കണേ. മനസ്സിലായില്ലേ? കാര്യം എന്താ? ഒന്ന് അർജുനന്റെ നന്മയ്ക്ക് മാത്രമല്ല, ഈ ലോകത്തിനും അതുകൊണ്ട് അതിന്റെ ഒരു ഭാഗമാകും. അർജുനൻ ചെയ്ത ഈ കാര്യങ്ങള് ലോകത്തിന്റെ നന്മയ്ക്കും ആവശ്യമുള്ളത് കൊണ്ട് ആ ഒരു കോസ്മിക് റൂളിന് വേണ്ടിയിട്ട് ഭഗവാൻ അത് ചെയ്യിപ്പിക്കുന്നതാണ്.
അപ്പം അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാൻ ഭഗവാൻ എന്ത് ചെയ്യും? ഭഗവാൻ ധർമ്മോപദേശത്തിൽ തുടങ്ങും. അർജുന, നിന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. ഓ ശരി. അത് ക്ഷത്രിയന്മാർക്ക് വളരെ വളരെ കാത്തിരുന്നാൽ മാത്രം കിട്ടുന്ന, ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് നിനക്ക് കിട്ടിയേക്കുന്നത്, നീ അത് ചെയ്യണം. ഇതൊക്കെ എനിക്ക് മനസ്സിലായി ഭഗവാനെ എന്ന് അർജുനൻ നോക്കിയിരിക്കുന്ന സമയത്ത്, അതായത് ധർമ്മോപദേശം കൊണ്ടും ആകില്ല എന്ന് മനസ്സിലായ സമയത്ത് ഭഗവാൻ പറഞ്ഞാൽ, നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാര് നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. നിന്നെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, മഹാരഥന്മാർ. ആരാണ്? ഭീഷ്മര്, ദ്രോണര് ഇത്യാദി ആൾക്കാര്. അവർക്ക് നിന്നോടുള്ള ആ ഒരു ഇഷ്ടം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ സാധാരണ. അത് മാത്രമല്ല, നിന്റെ ശത്രുക്കള് നിന്നെ കണ്ട് എന്താണ് കളിയാക്കും. നീ ഫ്ലൂക്കിന് ജയിച്ചാണല്ലേ, വില്ലാളി വീരൻ, അത് വെറുതെ പേരിന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ള സമയത്ത് ഇങ്ങേര് ഗാണ്ടി വെല്ലിട്ടു പോയ ആളാണെന്ന് പറയുന്ന, മനസ്സിലായില്ലേ? ഇതൊക്കെ നീ കേൾക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞാലും ഭഗവാൻ അറിയാം എന്ത്, അർജുനൻ ചിലപ്പോൾ കയറി യുദ്ധം ചെയ്യില്ല. കാര്യം എന്താ? കാര്യം അർജുനന്റെ ഉള്ളില് അർജുനന്റെ ആ സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥത കൃത്യമായിട്ട് മാറ്റാതെ അർജുനന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മിക ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെ ആധ്യാത്മിക ജീവിതം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയരാതിരിക്കുന്നതിന് എന്താണ് നമ്മുടെ ആദ്യ തടസ്സം എന്ന് ചോദിച്ചാൽ, ഞാൻ മൈക്കൊക്കെ വെച്ച് സംസാരിക്കുന്നുണ്ടായിരിക്കേ, എങ്കിൽ കൂടെ ഞാൻ എന്നോടും കൂടാണ് ഈ പറയുന്നത്. ആദ്യ തടസ്സം എന്താണ്? ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ എന്റേതെന്ന് മാത്രമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പിന്നെന്താണ്? എന്നെ ലിമിറ്റ് ചെയ്യുന്നതൊക്കെ ഈ സ്വാർത്ഥതയുടെ ഫലമായിട്ടാണ്. പല രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആൾക്കാര്, ഞാനിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്, എന്നെ ആൾക്കാർ അളക്കുമോ? ഞാൻ പറയുന്നത് തെറ്റിക്കഴിഞ്ഞ ആൾക്കാർ എന്നെ കളിയാക്കുമോ എന്ന് പറഞ്ഞിട്ട് തെറ്റ് പറയണമെന്നല്ല, ഒരു നാണമില്ല. അതല്ല, നമ്മൾ ഓരോന്നും എന്നെ പറ്റി ഞാൻ 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 എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആലോചിക്കാം. ഇതൊക്കെ സ്വാർത്ഥതയുടെ തലത്തിൽ വരും, ഒരു റിവ്യൂവിൽ വരും. എന്തൊക്കെ കാര്യങ്ങളോ, ചേട്ടാ ഈ ഒരു പരിപാടിക്ക് സഹായിക്കാൻ വരാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്നാ? കാര്യം നീ എന്നെ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചില്ല. ഈ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? കല്യാണത്തിന് ചില ആൾക്കാർ പോവില്ല. കാര്യം എന്നാ? അവര് സ്ത്രീകളും പുരുഷന്മാരും വന്ന് വിളിക്കണം, രണ്ടു കൂട്ടരും കൂടെ വന്ന് വിളിച്ചാലേ ഞാൻ പോവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ ആരെങ്കിലും പോയി, ഇല്ലെങ്കിലോ അവർ പേര് കാണിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ നമ്മൾ ചില സമയത്തൊക്കെ പറയാറില്ലേ, ഞങ്ങൾ വാഢ്യന്മാരാണെന്നല്ല പറഞ്ഞിട്ട്. ഇതൊക്കെ എന്താണ്? സ്വാർത്ഥത. ഈ സ്വാർത്ഥതയാണ് നമ്മുടെ ഉള്ളിൽ മലമായിട്ട് നിൽക്കുന്നത്, അഴുക്കായിട്ട് നിൽക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അവർക്കുള്ള കണക്ഷൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഈ അഴുക്ക്, ഈ മലം ഇല്ലാതെ ആവണം എന്നുണ്ടെങ്കിൽ എന്താ മലം, എന്താണ് അഴുക്ക്? ഞാൻ ആനന്ദ സ്വരൂപിയാണ്, ഞാൻ പൂർണ്ണനാണ്, ഞാൻ ദുഃഖിക്കേണ്ടവനല്ല എന്നതിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന അഴുക്കാണ് ഈ സ്വാർത്ഥത. എനിക്ക് ഈ സ്വാർത്ഥത ഉള്ളിടത്തോളം കാലം എനിക്ക് തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നടത്തുന്നതിൽ നിന്ന്, ഞാൻ പൂർണ്ണനാണ് എന്ന് തിരിച്ചറിയുന്നതിൽ നിന്ന് എന്നെ മറയ്ക്കുന്ന അഴുക്കാണ് ഈ സ്വാർത്ഥത. ഈ സ്വാർത്ഥത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആധ്യാത്മിക ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ സാധനാ പദ്ധതികളൊക്കെ എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് ആചാര്യന്മാര് ഈ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുക, കൃത്യമായിട്ട്. ഇവിടെ ഭഗവത്ഗീതയില് അത് വളരെ വ്യക്തമായിട്ട് ഭഗവാൻ കാണിച്ചു തരികയും ചെയ്യും. എന്താണത്? സ്വാർത്ഥത ഇല്ലാതെയാക്കാൻ, നമ്മുടെ ഉള്ളിലെ മലം അഴുക്കില്ലാതെയാക്കാൻ, വേറെ ചില സ്ഥലങ്ങളിൽ പാപം എന്ന് പറയും, ആ പാപം ഇല്ലാതെയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ സ്വാർത്ഥതയുടെ ഓപ്പോസിറ്റ് ചെയ്യണം. എന്താ ഓപ്പോസിറ്റ്? നിസ്വാർത്ഥത. ഇത് ചെയ്യണം. എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും ഈ ഒരു നിസ്വാർത്ഥതയെ പറ്റി പറയാറുണ്ട്, കേട്ടിട്ടില്ലേ? പിന്നെ സേവനം ചെയ്യണം എന്നല്ല നമ്മൾ പറയും, ഇല്ലേ? പക്ഷെ ഇപ്പൊ ഉദാഹരണം നല്ല രസമാണ്, ഈ കമ്മ്യൂണിക്കേഷന്റെ നല്ല രസകരമായിട്ടുള്ളൊരു കളിയുണ്ട്, നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഒരു 10 പേരിങ്ങനെ നിരന്ന് നിൽക്കും. എന്നിട്ട് ഒരാള് ഒരു മെസ്സേജ് എന്തെങ്കിലും വേറൊരാളുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയും. അയാൾ അത് കേട്ടിട്ട് വലിയ നീളത്തിലുള്ള എന്താണ്ടൊരു മെസ്സേജാണ്, അത് അടുത്ത ആളുടെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയണം.
ഏറ്റവും അവസാനം പറഞ്ഞ് അത് ഒരു സൈഡിൽ എത്തുന്ന സമയത്ത് ആദ്യം പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. നമ്മളിത് കളിയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ആചാര്യന്മാർ ഈ പറഞ്ഞ ചില കാര്യങ്ങള് അത് വേറെ ആൾക്കാർ പറഞ്ഞ് ഒരു ബന്ധവും ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? അങ്ങനത്തെ തെറ്റിദ്ധാരണകളെയും മാറ്റിക്കൊണ്ട് വളരെ കൃത്യമായിട്ടാണ് ഈ വിഷയത്തിനെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. എന്താണ്? സ്വാർത്ഥത ഇല്ലാതെയൊക്കെ നിസ്വാർത്ഥത സേവനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ടെക്നിക്കലി ആചാര്യന്മാർ പറയുന്നത് എന്താണ്? കർമ്മണ ജായത്തെ ചിത്തശുദ്ധി എന്നാണ്. എന്താണ്? കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. ഈ ചിത്തശുദ്ധിയാണ് മലമില്ലാത്ത അവസ്ഥ, മനസ്സിന്റെ അഴുക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്വാർത്ഥത ഇല്ലാത്ത അവസ്ഥ എന്താണ്? ചിത്തശുദ്ധിയാണ്. ഇതെങ്ങനെ ഉണ്ടാകുക? കർമ്മം കൊണ്ടാണ്. ഇവിടെ കർമ്മം എന്നുള്ളത് കൊണ്ട് എന്തിനേയും കർമ്മം എന്നാണ്, എന്ത് ആക്ഷനെയും കർമ്മം എന്ന് പറയാമെങ്കിലും ഇവിടെ കർമ്മം എന്താണ്? കർമ്മയോഗ. ഇവിടെ കർമ്മയോഗ. അപ്പം ഭഗവാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എന്താണ് കർമ്മയോഗം എന്ന് പറയും. അതിനുശേഷം ഈ കർമ്മയോഗത്തിന്റെ മഹത്വം പറയും. കർമ്മയോഗത്തിനെ വേറെ ചില കർമ്മങ്ങളുമായിട്ട് തെറ്റിദ്ധരിക്കരുതെന്നും പറയും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. കാര്യം ഇത് ഭഗവത്ഗീത ആഴത്തിൽ പഠിച്ച ആൾക്കാര്, അല്ലെങ്കിൽ ഭഗവത്ഗീത പല പ്രാവശ്യം പഠിച്ചു എന്ന് പറഞ്ഞ ആൾക്കാര്, നമ്മുടെ സനാതന ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാര് ചിലപ്പോൾ ഈ ഒരു കാര്യത്തില് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഇവരുടെ ചില സ്റ്റേറ്റ്മെന്റുകള്, അല്ലെങ്കിൽ ഇവർ വേറെ ചില ആൾക്കാരെ കൂടെ കൺഫ്യൂസ്ഡ് ആകുന്നത്. എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കണേ. കൺഫ്യൂസ്ഡ് ആകുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എനിക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് അതിനുള്ളൊരു വഴി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എന്താ ഭഗവാൻ ഇവിടെ ചെയ്യാം? നമ്മൾ 39ാമത്തെ ശ്ലോകമൊക്കെ വരുമ്പോ ഭഗവാൻ പറയും, യേഷാതേ വിഹിത സംഘേ ബുദ്ധിർയോഗേ ത്വമാം ശൃണു ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസിസി. അർജുന, നിനക്ക് ഉപദേശിക്കപ്പെട്ട ഈ സാഖ്യ സിദ്ധാന്തം അനുസരിച്ചിട്ടുള്ള ജ്ഞാനമാകുന്നു ഇതുവരെ കണ്ടത്. എന്താ നിനക്ക് ഇതുവരെ പറഞ്ഞത്? സാഖ്യജ്ഞാനമാണ്. ഇതിനെപ്പറ്റി നമ്മൾ കുറേ പറഞ്ഞതാണ്. ഇനി കർമ്മയോഗം അനുസരിച്ചിട്ടുള്ള ജ്ഞാനത്തിനെ പറ്റി, അതായത് കർമ്മയോഗത്തിനെ പറ്റി നീ കേട്ടുകൊള്ളുക. ഇതറിഞ്ഞ് യുക്തനായി സമർത്ഥനായി കർമ്മബന്ധത്തിൽ നിനക്ക് മുക്തനാകാമെന്നാണ് ഭഗവാൻ പറയുക. അതെന്താണ്? ഇതുവരെ സാഖ്യമാണ് ഭഗവാൻ പറഞ്ഞത്. ധർമ്മോപദേശത്തെ മാറ്റിവെച്ചാൽ ഏകദേശം 30ാമത്തെ ശ്ലോകം വരെ സാഖ്യമാണ് പറഞ്ഞത്. സംഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യ എന്ന് പറയുന്നത് ഉപനിഷത്ത് എന്നാണ് അറിയാം. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലെങ്ങാണ്ടോ 2ാമത്തെ ക്ലാസ്സിലോ 3ാമത്തെ ക്ലാസ്സിലെങ്ങാണ്ടോ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ്. കാര്യം എന്താണ്? സംഖ്യ ഞാൻ ഉപനിഷത്ത് എന്ന് പറഞ്ഞു. കാര്യം എന്താ? ഖ്യ എന്ന് പറഞ്ഞാൽ ടുറ്റൽ പറയുക, ആഖ്യാനം എന്നല്ലാന്ന് പറയാറില്ലേ? ടുറ്റൽ പറയുക. സം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, സമ്യക്. സമ്യഖ്യായതേ, അതാണ് സംഖ്യ. നല്ലവണ്ണം പറഞ്ഞത്. നല്ലവണ്ണം പറഞ്ഞ വെച്ചാൽ പറയേണ്ടതിനെ പറഞ്ഞത്. എന്താ ഏറ്റവും നമ്മൾ പറയേണ്ടത്? എന്താണ്? ആത്മാവിനെ പറ്റിയാണ് പറയേണ്ടത്. അതിനെ നല്ലവണ്ണം പറഞ്ഞത് എവിടാണ്? അത് ഉപനിഷത്തിലാണ്. അപ്പം ആ ഉപനിഷത്തിന്റെ വിഷയമാണെന്ത്? സാഖ്യം. ഇത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പറഞ്ഞു ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞുള്ളൂ. ഭഗവാൻ പറയാണ്, ഈ സാഖ്യം സമ്യഖ്യായതേ ആത്മാ, ഈ ആത്മാവിനെ പറ്റി പറയുന്നു, ആ സത്യം, ആ ബ്രഹ്മം എന്നതാണ് എന്നുള്ള ആ കാര്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ എന്ത് പറയാൻ പോവാണ്? നീ കേൾക്കൂ, ശൃണു. എന്താ ഞാൻ പറയാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ടതാണ്. കേട്ടോ 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 എന്ന് നമ്മളിങ്ങനെ പറയത്തില്ലേ? കാര്യം എന്നാ? ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണേ. അതിങ്ങോട്ട് നോക്കടാ, ഒന്ന് കേക്കടാ, കേക്ക് ഞാൻ ഈ പറയുന്നത് കേക്ക്. അതേപോലെ സംസ്കൃതത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞില്ല, എന്താണ്? ശൃണു, എന്താണ്? കേക്ക്. കാര്യം എന്നാ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഈ സാഖ്യത്തിലേക്ക് നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ ഈ കർമ്മയോഗം, അല്ലെങ്കിൽ ഈ കർമ്മയോഗത്തിനെ പറ്റി പറയുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തില് അനുസന്ധാനം, അല്ലെങ്കിൽ നമ്മളത് അനുഭവിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ആചരിക്കണം. ഉപനിഷത്ത് പഠിച്ചു, ഭഗവത്ഗീതയിലെ സാഖ്യശാസ്ത്രമൊക്കെ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റം വരില്ല. ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട്
നമ്മൾ ചർച്ച ചെയ്യേണ്ട, ചിന്തിക്കേണ്ട ഒരു ഭഗവത്ഗീത വിദ്യാർത്ഥി നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. എന്താ കാര്യം? ഞാൻ ഇത് ശാസ്ത്രം തിയറിറ്റിക്കലി ടെക്നിക്കലി പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത് നമ്മൾ കണ്ടതാണ് ഈ വിഷയം നേരത്തെ. പിന്നെയോ ആ ഒരു അനുഭവ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അതിനു വേണ്ടിയിട്ട് എന്നെ സാഖ്യയോഗം അതിൻ്റെ ആ ഒരു പരമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കുന്ന യോഗമാണ് കർമ്മയോഗം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, വേദാന്തം വെറുതെ കേട്ട് പഠിച്ചിട്ട് കാര്യമില്ല, അത് അനുഭവിക്കണമല്ലോ. കർമ്മയോഗമാണ് അതിനുള്ള പാത വെട്ടുന്നത്, ഒരു സംശയം വേണം. നേരത്തെ കേട്ട സാഖ്യജ്ഞാനം സ്വായത്തമാക്കാൻ കർമ്മജ്ഞാനത്തിലൂടെ അധികാരം കിട്ടുള്ളൂ എന്ന് ഓർക്കാം. ഓക്കെ, അതുകൊണ്ടാണ് കർമ്മയോഗം കർമ്മബന്ധത്തിനെ പൊട്ടിക്കും എന്ന് പറഞ്ഞത്. കർമ്മത്തിന്റെ ചങ്ങലകൾ പൊട്ടുന്ന സമയത്ത് മനസ്സ് ശുദ്ധമാകും, അവിടെ സാഖ്യ ബുദ്ധി വിളങ്ങും. അതിന് നമ്മൾ ഈ പണിയെടുക്കണം. ഇതാണ് താല്പര്യം. ഓക്കെ, കർമ്മയോഗത്തിനെ കുറിച്ച് പറയുകയാണെ. ഇനി 1-2 ശ്ലോകങ്ങളിൽ കർമ്മയോഗത്തിനെ പറ്റി പറയും. അതിനുശേഷം എന്തല്ല കർമ്മയോഗം എന്ന് പറയും. ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന, ഇനിയുള്ള ഒരു അരമണിക്കൂർ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ അത് ഇന്ന് തീരും, ചിലപ്പോൾ അടുത്ത ക്ലാസ്സിൽ തീരത്തുള്ളൂ. ഓക്കെ, ശരി. എന്താണ് 40ാമത്തെ ശ്ലോകത്തില് വേറൊരു കാര്യം ശ്രദ്ധിച്ചോണേ. ഇതിപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോണം. കാര്യം ഇവിടെ കർമ്മയോഗത്തിനെ പറ്റി പറയുന്നത് പോലെ ആകില്ല. തിയറിയൊക്കെ ഒന്ന് തന്നെ, അല്ലെങ്കിൽ അതിന്റെ പുറകില് ഭഗവാൻ ഇന്റന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ. പക്ഷെ ഇതിൽ നിന്ന് നേരെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇങ്ങനെ ഭിന്നമായിട്ടെന്നുള്ളതല്ല, വേറൊരു ആംഗിളിലായിരിക്കും ഭഗവാൻ 3-ാം അധ്യായത്തിൽ കർമ്മയോഗം പറയുന്നത്. അതായത് ഈ രീതിയിൽ നമ്മൾ ഒന്ന് കർമ്മയോഗത്തിൽ വിശകലനം ചെയ്ത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ആ ക്ലാരിറ്റിയുടെ മേളിലേക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വേറെ രീതിയിലാണ് കർമ്മയോഗത്തിനെ 3-ാം അധ്യായത്തിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ കൂടി ഇങ്ങനെ കൃത്യമായിട്ട് കടന്നു പോകുന്ന സമയത്ത് എന്താണ് കർമ്മയോഗം, എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടും എന്നുള്ളതില് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധി, പ്രസാദ ബുദ്ധി എന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. കർമ്മയോഗം അതാണെങ്കിൽ കൂടെ അപ്പൊ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറയാ? 40ാമത്തെ ശ്ലോകം. ഓക്കെ, എന്താ 40ാമത്തെ ശ്ലോകം? നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപാപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. കർമ്മയോഗത്തിനെ പറ്റി പറയുമ്പോൾ തുടക്കം ഇതാണ്. എന്താണ് ഈ യോഗത്തിൽ? ഏത് യോഗത്തിലാണ് മോനെ? കർമ്മയോഗത്തിൽ തുടങ്ങി വെച്ച ഫലം നിഷ്പ്രഭമാകില്ല. അതാണ് ഫസ്റ്റ് സാധനം. നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നിഷ്പ്രഭമാകില്ല. കാര്യം നമ്മുടെയൊക്കെ സ്ഥിരം ആൾക്കാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ സ്വാമി ഞങ്ങൾ എന്തൊക്കെ കാര്യം ചെയ്യും, പക്ഷെ അതൊന്നും പൂർത്തിയാകത്തില്ല, മനസ്സിലായാലേ? അല്ലെങ്കിൽ എൻ്റെ മോനുണ്ട് സ്വാമി, ഇവനെ ഒന്ന് ഉപദേശിക്കണം. എൻ്റെ അടുക്കാണ് പറയുന്നത്, ഞാൻ ഇതിൻ്റെ അപ്പുറമാണ് ഈ കാര്യത്തിൽ. എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അത് തീർക്കത്തില്ല. അങ്ങനെ ഇവരെ ഇങ്ങനെ പല കോഴ്സും പഠിക്കും സ്വാമി, പക്ഷെ ഒന്നും പൂർത്തിയാകത്തില്ല, ഭയങ്കര ബുദ്ധിയുള്ളവനാണെന്ന് ഇങ്ങനെ ആയിരിക്കും അച്ഛനും അമ്മയൊക്കെ നമ്മുടെയൊക്കെ ചിലപ്പോൾ കൊണ്ടുവരും. പക്ഷെ ഇവിടെ ഭഗവാൻ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്താണ്? ഇതിന് ഈ യോഗത്തിൽ തുടങ്ങി വെച്ച പ്രയത്നം നിഷ്ഫലമാകില്ല. നിങ്ങൾ പണി എടുത്തിട്ടുണ്ടോ? ആ പണി എടുത്തതിനുള്ള കിട്ടും നിങ്ങൾക്ക്. പിന്നെയോ അനിഷ്ടമായ വിപരീത ഫലം ഉണ്ടാവുകയുമില്ല. ഇത് ഞാൻ വിശദീകരിച്ച് പറയുവേ. ഈ ധർമ്മത്തിന്റെ, കർമ്മയോഗത്തിന്റെ അനുമാത്രമായ ആചരണം പോലും, അണുമാത്രമായിട്ടുള്ള ഒരു സ്വല്പമായിട്ടുള്ള ആചരണം പോലും മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കും. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന പോയിന്റുകൾ. ഓക്കെ, അതായത് കർമ്മത്തിന്റെ വഴിക്കും, ഇത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോണേ, കർമ്മത്തിന്റെ വഴിക്കും ഫലം നൽകുന്ന വഴിക്കും കർമ്മയോഗം ഫാർ 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 ബെറ്റർ ആണ് എന്നാണ് പറയുക. ശ്രദ്ധിച്ചോ, ഒരു കർമ്മം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പേടി ഉണ്ടാകും നമുക്കൊക്കെ, ആണോ അല്ലയോ? ഉണ്ട്. എന്താണ്? ജയിക്കുമോ? ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫലം എന്താകും? വേറെ ആൾക്കാർ എന്നെ പറ്റി എന്ത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഏത് കർമ്മവുമായിട്ട് ചേർന്നിട്ടുണ്ട്. ഭഗവാൻ അതുകൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ചില കർമ്മം ചെയ്യാൻ ധാരാളം ആലോചിക്കും, ചിലപ്പോൾ ഹെസിറ്റേറ്റഡ് ആവും. മാത്രമല്ല കർമ്മം ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്ന് കരുതണ്ട. അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു പൂർത്തീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെയാണ് സാധാരണ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ ഇവിടെ ഈ കർമ്മത്തിൽ ഇഹ എന്താണ് ഈ കർമ്മത്തിന്റെ വ്യത്യാസം? എന്താ? ഈ പറഞ്ഞ പോലെ. പിന്നെയോ ഇവിടെ 2 കാര്യമില്ല.
എന്താണ്? ഒന്ന്, അഭിക്രമനാശമില്ല, പ്രത്യവായ ദോഷമില്ല. ടെക്നിക്കലി കൂടുതൽ കാണേണ്ട കാര്യമില്ല, എന്താണെന്ന് ഞാൻ പറയാം. അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഓഫ് എഫേർട്ട്. ഞാനൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫലം കിട്ടാൻ ഞാൻ എന്ത് വേണം? അതിന്റെ പൂർത്തീകരണം വരെ കാത്തിരിക്കണം. ഉദാഹരണം പറഞ്ഞ ഇവിടെ കൃഷിക്കാരൊക്കെ ഇരുന്നുണ്ട്, അല്ലെങ്കിൽ കൃഷിയെ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് കൃഷി തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. എന്താ? കൃഷിക്ക് ഞാൻ പാടമെല്ലാം ഒരുക്കി, ഞാൻ കളയൊക്കെ മാറ്റി, ഓക്കെ, ഞാൻ എന്താ വിത്ത് വിതച്ച്, എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോയില്ലെങ്കിലോ? അങ്ങോട്ട് പോയില്ലെങ്കിൽ അവിടെ വെച്ച് തീരുവാ സാധനം. എനിക്ക് ഇതിന്റെ ഫലമായിട്ടുള്ള ചിലപ്പം അതിന്റെ അരിയോ നെല്ലോ ഇതൊന്നും കിട്ടത്തില്ല. പിന്നെയോ 90 ദിവസം അല്ലെങ്കിൽ 120 ദിവസം, എത്ര ദിവസമാണ് ഇത് കിളുത്തു വരേണ്ടത്, അത്രയും കാലം ഞാൻ ഇതിനെ പ്രോപ്പർ ആയിട്ട് പരിചരിക്കണം. പരിചരിച്ചാൽ മാത്രമേ എനിക്ക് എന്താണ് കൃഷിയുടെ ഫലം കിട്ടൂ. ഞാൻ 90 ദിവസം പണിയെടുത്തു, 120 ദിവസത്തെ കൃഷിയാണെന്ന് വെച്ചോ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് നോക്കിയില്ലെന്ന് വെച്ചോ, മഴ പെയ്തു, ആ സമയത്ത് കൃത്യമായിട്ട് വണ്ടൊന്നും വെച്ചില്ല, മടയൊന്നും വെച്ചില്ല എങ്കിലോ ഈ വെള്ളം കയറി ഈ സാധനം മുഴുവൻ ചീഞ്ഞു പോകും. കാണുമല്ലോ? അതായത് സാധാരണ രീതിയിൽ അഭിക്രമനാശം സാധ്യതയുണ്ട്. എന്താ? ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഞാനത് അതിന് പറയുന്ന രീതിയിൽ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അതുവരെ ചെയ്ത എഫേർട്ട് മുഴുവൻ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു കർമ്മത്തിന്റെ 3/4 പങ്കും ചെയ്താൽ പോലും, ആ 1/4 പങ്ക് ഉപേക്ഷിച്ചാൽ പോലും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ചിലപ്പോൾ കിട്ടത്തില്ല. ഡിഗ്രി 3 വർഷം പഠിച്ചു, 2 വർഷത്തെ പരീക്ഷ എഴുതി, 3ാമത്തെ വർഷത്തെ പരീക്ഷ എഴുതിയില്ല, അറിവ് കിട്ടിയെന്നല്ല നിങ്ങൾ പറയും, സർട്ടിഫിക്കറ്റ് കിട്ടില്ല. മനസ്സിലായാലേ? അറിവ് കിട്ടും പഠിച്ചാൽ. അതിന് പിന്നെ ഡിഗ്രിയുടെ തന്നെ ആവശ്യമില്ലല്ലോ അറിവ് കിട്ടാൻ. നമ്മൾ സാധാരണ ഡിഗ്രിക്ക് പോകുന്ന ഒരു സർട്ടിഫിക്കറ്റും കൂടെ വേണ്ടതാണ്. ഓക്കെ, നല്ലത് തുടങ്ങിയിട്ട് കാര്യമില്ല, അത് പൂർത്തീകരിക്കണം. കർമ്മയോഗത്തിന് ഈ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും നിർത്താവോ? സാധാരണ കണ്ടിട്ടില്ലേ നമ്മള് ഏതെങ്കിലും തന്നെ LIC കണക്കാ, LIC അല്ല, ഇത് കണക്കത്തില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേരുമ്പോ ഉടനെ ചോദിക്കും, ഇടയ്ക്ക് വെച്ച് എനിക്ക് നിർത്താവോ എന്നല്ല ചോദിക്കും. അപ്പൊ നമ്മൾ പറയാം കുഴപ്പമില്ല, എപ്പോ വേണമെങ്കിലും നിർത്തിക്കോളാൻ. ഇതങ്ങനല്ല കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിർത്താൻ വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. പിന്നെന്താ? ഇടയ്ക്ക് വെച്ച് നിർത്തിയാലും ചെയ്തതിന്റെ റിസൾട്ട് കിട്ടും എന്നാണ് ഈ പറയുന്നത്. ചെയ്തത് വരെയുള്ളതിന്റെ റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള ഒരു ലൈസൻസ് തരികയല്ല. ഓക്കെ, പ്രദക്ഷിണം സുഖം, പ്രദക്ഷിണം ചിത്തശുദ്ധി എന്നാണ്. എന്താണ്? കർമ്മയോഗം ചെയ്താൽ ചെയ്യുന്നതിന്റെ സുഖവും ചെയ്യുന്ന അത്രയും ചിത്തശുദ്ധിയും കിട്ടുന്ന. പ്രദക്ഷിണം സുഖം, പ്രദക്ഷിണം ചിത്തശുദ്ധി. ഇനിയോ പ്രത്യവായ ദോഷവും ഇല്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, അത് വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അഭിക്രമനാശം ഇല്ലാത്തതെന്ന് ഞാൻ പറയാം. അതേപോലെ പ്രത്യവായ ദോഷവും ഇല്ല. എന്താ പ്രത്യവായ ദോഷം? വിപരീത ഫലം. ചിലപ്പോൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അതിന് വിപരീത ഫലം ഉണ്ടാവും. അതായത് 2 തരത്തിലെ വിപരീത ഫലം. ഒന്ന്, മരുന്ന് കഴിച്ചു, അസുഖത്തിന് മരുന്ന് കഴിക്കണം, ഓക്കെ, രോഗം മാറി, എന്നിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ, ഇതേ മരുന്ന് എനിക്ക് പ്രശ്നം ഉണ്ടാകും. ആണല്ലോ? അതേപോലെ തന്നെ രോഗം മാറി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡോസ് മരുന്ന് കഴിക്കാതിരിക്കുകയാണെന്ന് വെച്ചോ, രോഗം മാറി എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ പറയണം 3 ആഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. ഈശ്വര, എനിക്കൊരു മരുന്ന് കഴിക്കാണ്ട്, ഞാൻ മറന്നു, ഇപ്പോഴും ഓർത്തത്. ചില ആൾക്കാരൊക്കെ അങ്ങനെ ഫുൾ ഡോസ് മരുന്ന് 3 മാസം കഴിക്കണം, അല്ലെങ്കിൽ 3 ആഴ്ച കഴിക്കണം എന്ന് മരുന്ന് നമ്മള് 2 ആഴ്ച കഴിച്ചപ്പോ തന്നെ പ്രശ്നങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് പിന്നുള്ള മിച്ചമുള്ള ഒരു സ്ട്രിപ്പ് ഗുളിക മാറ്റി വെച്ചിട്ടുണ്ട്. മനസ്സിലായത്? അതും ചിലപ്പോ ദോഷത്തിലേക്ക് കൊണ്ടുപോകും. ഇത് ദോഷത്തിലേക്ക് ചിലപ്പോ പോകാൻ സാധ്യത. ഇവിടെ പ്രത്യവായം ഒരു കർമ്മം വേണ്ടവണ്ണം ചെയ്തില്ല എങ്കിൽ ദോഷമുണ്ടാകും. ആ ദോഷഫലം അതെന്താ? വൈദിക കർമ്മം. അറിയോ? ആരുടെയോ അവിടുത്തെ സൗണ്ട് മ്യൂട്ടാക്കിയാൽ നന്നായി. ഓക്കെ, ദോഷഫലം ഉണ്ടാകും. അത് വൈദിക, അതെ അതെ അതെ, ഓഫ് ചെയ്യൂ. ഒന്ന് മ്യൂട്ടാക്കിയാൽ നന്നായി. അത് വൈദിക കർമ്മമാകട്ടെ ലൗകിക കർമ്മമാകട്ടെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. കർമ്മയോഗത്തിന് ഇത് ഉണ്ടാവില്ല. ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ട് കർമ്മയോഗത്തിന് ഉണ്ടാകില്ല എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇതാണ് കർമ്മയോഗത്തിന്റെ ക്രക്സ്, ഇതാണ് കർമ്മയോഗത്തിന്റെ എസൻസ്. ഒന്ന്, കർമ്മയോഗം എന്ന് പറയുന്നത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം,
ഇതൊരു കർമ്മമല്ല, കർമ്മത്തിന് പുറകിലുള്ള ഒരു മനോഭാവമാണ്. കർമ്മയോഗം ഈസ് നോട്ട് ആൻ ആക്ഷൻ, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ് ബിഹൈൻഡ് എനി ആക്ഷൻ ആൻഡ് എവരി ആക്ഷൻ. അതാണ്, ഇത് കർമ്മമല്ല, മറിച്ച് ഒരു കർമ്മത്തിന്റെ പുറകിലുള്ള മനോഭാവം. എന്താ 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 എന്താന്നൂടെ പറയൂ, ഞാൻ തന്നെ പറയാം. കർമ്മയോഗം എന്ന് പറയുന്നത് ഒരു കർമ്മമല്ല. നമ്മൾ സേവനം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സേവനം എന്ന് പിടിക്കാം. സേവനം എന്ന് പറയുന്നത് അതൊരു കർമ്മമാണോ അതോ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പുറകിലുള്ള മനോഭാവമാണോ എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും ഞാൻ ഈ പറയുന്ന സാധനത്തിന് അംഗീകരിക്കില്ല. അതറിയോ, പലപ്പോഴും ആൾക്കാരുടെ ധാരണ സേവനം എന്ന് പറയുന്നത് പൈസ മേടിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്തോ സേവനം, അത് ഞാൻ പൈസ മേടിക്കാതെ ചെയ്യുന്ന കാര്യം. എനിക്കറിയാവുന്ന ഒരാളുണ്ട് നമ്മുടെ ഒരു ആശ്രമത്തില്. അദ്ദേഹം റിട്ടയർമെന്റ് കഴിഞ്ഞ ശേഷം അവിടെ ജോലിക്ക് പോകും. എന്താ, സൂപ്പർവൈസറാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മെയിൻ പരിപാടി ആരെന്ത് പണി എടുത്താലും അവിടെ പോയി നോക്കി നിൽക്കും. ഞാൻ ഒട്ടും തമാശ ചേർത്ത് പറയല്ല, സത്യം എന്തായിട്ട് പറയാം. ഓക്കെ, ഇദ്ദേഹം അവിടെ പോയി നോക്കി നിൽക്കും. ചേട്ടാ ഇതെന്തിന്, അത് ഞാൻ ചെയ്യൂല. കാര്യം എന്നാ, ഞാൻ സേവനം ചെയ്യാണ്. സേവനം ചെയ്യാന്ന് പറഞ്ഞാൽ പണിയെടുക്കത്തില്ല എന്നാണോ? സേവനം ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പൈസ ഒന്നും മേടിക്കുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുള്ളൂ എന്നാണ്. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സത്യത്തിൽ സേവനം ചെയ്യുകയാണെങ്കിലാണ് എന്താണ്, ഒരു സ്റ്റാഫിനേക്കാൾ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനേക്കാൾ ആത്മാർത്ഥതയോടും അതിനേക്കാൾ ഉപരി ഏറ്റവും മികവോടുകൂടി ചെയ്യേണ്ടത്. കാര്യം എന്നാ, നമ്മൾ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ സേവനത്തിന്റെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡ്? കാര്യം കർമ്മം ചെയ്യാണ്. എന്താ, ഞാനും ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്ന ഒരാളുണ്ട്, ഇദ്ദേഹം കർമ്മം ചെയ്യുന്നുണ്ട്, ഒരേ കർമ്മം ചെയ്യുന്നുണ്ട്. ഈ കർമ്മം കർമ്മമായിട്ട് നിൽക്കും. ഈ കർമ്മം കർമ്മയോഗമാകുന്നത്, സേവനമാകുന്നത് ഞങ്ങൾ ഏത് മനോഭാവത്തിൽ ഈ കർമ്മം ചെയ്യുന്നത് എന്ന് വെച്ചിട്ടാണ്. മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യും. എന്താണ്, സാധാരണ ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മളൊരു ഹോളിലേക്ക് കയറി ചെന്നു, പ്രഭാഷണം നടത്തുന്ന ഹോള്. അവിടെ ചെന്ന സമയത്ത് അവിടെ ഇങ്ങനെ കസേരകളൊക്കെ ഇങ്ങനെ കക്കരയിലേന്ന് പറഞ്ഞ് കിടക്കാണ്. അപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാള് കസേരയെല്ലാം കിടക്കുന്നുണ്ട്, നാശം, ഇനി ഇതിവന്മാര് നേരത്തെ മീറ്റിങ്ങിന് ഇരുന്നവന്മാര് മര്യാദക്ക് ആ കസേര ഇടാത്ത പോയിട്ട് ഇനി ഞാനിത് അടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇതെല്ലാം അടുക്കി വെച്ചു. വേറൊരു സമയത്ത് കയറി വന്ന സമയത്ത് എന്താണ്, ഇവിടെ കസേരയൊക്കെ കിടക്കുന്ന കണ്ടു. അദ്ദേഹം ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളി പറഞ്ഞു, കസേരയൊക്കെ ഇവിടെ കിടക്കാണല്ലോ, അടുത്തൊരു മീറ്റിംഗ് വരുന്നുണ്ട്, അതിനു മുമ്പ് എനിക്ക് കസേരയൊക്കെ റെഡിയാക്കണം എന്നുള്ള ഭാവത്തിൽ അയാള് അടുക്കി വെച്ചു. ഇതിലേതാണ് സേവനം ചോദിച്ചാൽ കുറച്ചു പേരെങ്കിലും പറയാം എന്താണ്, ആദ്യം പറഞ്ഞ അയാളുടെ പണി മാത്രം എടുക്കുകയാണ്, മറ്റേ ആൾക്ക് സേവനത്തിന്റെ ഒരു ചെറിയ ഒരു അംശം കൂടെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു സംശയം കൂടെ, അയ്യോ അയാൾ അതിന് ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ. ശമ്പളം മേടിച്ചോട്ടെ, പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിനെ നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് അറിയാം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലിയർ ആക്കും. ഈ രണ്ട് ജോലിക്കാർക്ക് പകരം ഇവിടുത്തെ കമ്മിറ്റിക്കാർ വന്നു നോക്കാം. ആദ്യത്തെ ആളെന്ന് പറയോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം പണിയെടുക്കാൻ. ഒരു ചിന്യാഷനുണ്ട്, ആ ചിന്യാഷന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ട്രഷററും എല്ലാം ഞാൻ തന്നെയാണ്. ബാക്കിയുള്ളവരൊക്കെ വെറും പേരിനാണ്. ഈ കസേര ഞാൻ പിടിച്ചിടും. കണ്ടോ, ഞാൻ കസേര പിടിച്ചിട്ടു. എന്നിട്ട് കസേര പിടിച്ചിടാത്തതിന് മുമ്പത്തെ ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും, പിടിച്ചിട്ടതിന് ശേഷമുള്ള ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടും. എന്നിട്ട് നമ്മൾ പറയും ബാക്കിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനാണ്. വേറൊരാള് എന്നിട്ട് കസേരയൊക്കെ പിടിച്ചിട്ട് ആരുടെയും പറയുന്നില്ല. കാര്യം എന്നാ, അയാൾ ക്ലാസ്സിന് വന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? അയാൾക്ക് ജിംനാഷന്റെ ഉത്തരവാദിത്വം ഒന്നുമില്ല, സെക്രട്ടറി അല്ല, പ്രസിഡന്റ് ഒന്നുമല്ല, അയാൾ ക്ലാസ്സിൽ വന്ന ആളാണ്. കസേര ഇത്തിരി എന്ന് പറയുന്ന സമയത്ത് അത് വൃത്തിയായിട്ടിരിക്കണം എന്ന് തോന്നിയിട്ട് അദ്ദേഹം പിടിച്ചിട്ടു. ഇതിൻ്റെ അത് ഏതാ സേവനം അല്ലെങ്കിൽ മികച്ച കർമ്മം ഏതാണ്? രണ്ടാമത് പറഞ്ഞാണ്, സംശയമില്ല. കാര്യം മറ്റേതിൻ്റെ അകത്ത് എന്റേതിന് അല്ലെങ്കിൽ എനിക്കൊരു പേര് കിട്ടാൻ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള സ്വാർത്ഥതയുടെ അംശങ്ങളുണ്ട്. ഇവിടെ കർമ്മയോഗം ഒരു കർമ്മമല്ല, കർമ്മത്തിന്റെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡാണ് എന്ന് പറയുമ്പോ ഈ ആറ്റിറ്റ്യൂഡിന് പ്രത്യേകതയുണ്ട്. കർമ്മത്തിന് അത് എന്ത് കർമ്മമാണെങ്കിലും കർമ്മയോഗമാക്കാം എന്നുള്ളൊരു സ്വാതന്ത്ര്യവുമുണ്ട്. എന്താ പറഞ്ഞ ഇത് വളരെ പ്രഗ്നന്റ് ആയിട്ടുള്ള, വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള, അർത്ഥഗർഭമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ, ഞാൻ ആധ്യാത്മിക പാത നടക്കാൻ ഇങ്ങനൊരു താടിയൊക്കെ വളർത്തി ഇങ്ങനൊരു വേഷം ഇടേണ്ട കാര്യമില്ല. മനസ്സിലായല്ലേ?
പിന്നെന്താണ്, ഏതൊരു ധർമ്മം ഞാൻ ചെയ്യുമോ ആ ധർമ്മത്തിൽ എനിക്ക് കർമ്മയോഗം ചെയ്തു തുടങ്ങാം. ഞാൻ ടീച്ചറായിക്കോട്ടെ, ഞാൻ ഡോക്ടറായിക്കോട്ടെ, ഞാൻ വക്കീലായിക്കോട്ടെ, ഞാൻ നേഴ്സായിക്കോട്ടെ, ഞാൻ ഒരു ജോലിയില്ലാത്ത ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനൊരു വീട്ടമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെന്താ ഏതൊക്കെ ജോലികളൊക്കെ ഉണ്ടോ അതൊക്കെ ആയിക്കോട്ടെ, എല്ലായിടത്തും എനിക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയാണ് എങ്കിൽ കർമ്മയോഗമായിട്ട് ആചരിക്കാം. ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് ക്ലിയർ ആയോ? അത് ഞാൻ ആര് തന്നെ ആയിക്കോട്ടെ, പ്രൊഫഷണലി ഓക്കെ, ഞാൻ ആര് തന്നെ ആയിക്കോട്ടെ, എൻ്റെ ലൗകിക ജീവിതത്തിൽ അത് എനിക്കൊരു ആധ്യാത്മിക ജീവിതമാക്കി മാറ്റാൻ പറ്റും. എപ്പോ? എൻ്റെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ ഇവിടുത്തെ ആധ്യാത്മികത ഒരിക്കലും സാധാരണ ജീവിതത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒന്നല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാന് കുട്ടികളെയൊക്കെ ഒന്ന് അവരൊന്ന് കല്യാണം കഴിച്ച് അവർ സെറ്റിലായി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് തുടങ്ങാൻ. അല്ലാന്ന് കുട്ടികളായിരിക്കുന്ന സമയത്തെ ഈ ഒരു തരത്തിൽ കാര്യം നമ്മുടെ ഇവിടെ ഭാരതത്തില് ഈ ലൗകിക ജീവിതവും ആധ്യാത്മിക ജീവിതവും മാറ്റിയിട്ടല്ല. ഈ ജീവിതം ആധ്യാത്മിക ജീവിതവുമായിട്ട് നയിക്കുകയാണെങ്കിൽ ഏറ്റവും ലൗകികമായിട്ടുള്ള ഏറ്റവും ഉയർന്ന വിജയവും നമുക്ക് നേടാൻ പറ്റും എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ആറ്റിറ്റ്യൂഡ് കറക്ഷൻ ആണ് നമ്മുടെ കർമ്മത്തിൽ വേണ്ടത്, കർമ്മം ചെയ്യുന്നതിലുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഏത് ആറ്റിറ്റ്യൂഡാണ് വേണ്ടത്? ഇത് ആചാര്യന്മാർ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷന്റെ രീതിയിൽ പറഞ്ഞു തരും. എന്താണ്? അവർ പറയും, ഈശ്വരാർപ്പണ ബുദ്ധി പ്ലസ് പ്രസാദ ബുദ്ധി ഈസ് ഈക്വൽ ടു കർമ്മയോഗം. വേദവ്യാസൻ പ്ലസ് ഈസ് ഈക്വൽ ടു എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് പിന്നെ വന്ന ആചാര്യന്മാര് അതങ്ങനെ എടുത്താണ്. എന്താണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ? എന്താണ് ഓർക്കണം, കർമ്മയോഗം ഈസ് ഈക്വൽ ടു ഈശ്വരാർപ്പണ ബുദ്ധി പ്ലസ് പ്രസാദ ബുദ്ധി. എന്താ ഈശ്വരാർപ്പണ ബുദ്ധി? എന്തു ചെയ്താലും അത് ഭഗവാന് വേണ്ടിയിട്ടുള്ള എന്റെ അർപ്പണമാണ് എന്ന് കണ്ട് ചെയ്യുന്നതാണ് ഈശ്വരൻ. അത് ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്തോ സ്വാമിയെ ചന്നയ്യപ്പ എന്ത് ചെയ്ത അങ്ങനെ. ഇത് വളരെ രസകരമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ ഗൗരവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും ഏറ്റവും ജെന്യുവിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്താ ഈശ്വരാർപ്പണ ബുദ്ധി എന്ന് പറഞ്ഞാൽ? ഞാൻ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് എന്നുള്ള ബോധ്യത്തിൽ ഞാൻ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തിയറിറ്റിക്കലി എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഞാൻ തന്നെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എങ്ങനെ എനിക്ക് കുളിക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടാകാൻ പറ്റുന്നത്? അതവൻ അങ്ങനെ പണ്ടേ കുളിക്കുന്നതൊക്കെ വഴിപാടാണ് എന്ന് അമ്മ പറയായിരുന്നു. കേട്ടില്ലേ? അവന്റെ കുളിയൊക്കെ ഒരു കാര്യം വഴിപാടാണ്. അങ്ങനല്ല. ഭഗവാൻ എനിക്ക് ഈ ഒരു ശരീരം നൽകി. ഈ ശരീരത്തിനെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഞാൻ വന്നു. എൻ്റെ ബൈക്ക് നന്നായിട്ട് നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഞാൻ കൂട്ടുകാരൻ്റെ ബൈക്ക് നോക്കും. കാര്യം എന്നാ? ഇത് എൻ്റെ അല്ലല്ലോ, കൂട്ടുകാരൻ്റെ. അതിനൊരു പ്രശ്നം വരാൻ കുറച്ച് ബോധമുള്ള കുറച്ച് നല്ല ആൾക്കാർ അങ്ങനെ ചെയ്യും. എൻ്റെ ബൈക്ക് ഞാൻ കൂട്ടി പൊതിഞ്ഞ് നോക്കും, കൂട്ടുകാരൻ്റെ ബൈക്ക് നശിക്കുകയാണെങ്കിൽ നശിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗട്ടറിലിട്ട് ഓടിക്കുന്നവരെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഞാൻ അവരെ പറ്റിയല്ല പറയുന്നത്. സാധാരണ ആൾക്കാർ എന്താണ്, വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. മനസ്സിലായോ? അതേപോലെ ഈ ശരീര മനോബുദ്ധി ഇത് ഭഗവാൻ എനിക്ക് നൽകിയ എൻ്റെ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ വൃത്തിയായിട്ട് നോക്കാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അതല്ലെങ്കിലോ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞാൻ എങ്ങനെയായിരിക്കും ഒരു കർമ്മം ചെയ്തു കൊടുക്കുക? ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക്, മോന് പട്ടാളത്തിലെങ്ങാണ്ടാണ്, കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്ന സമയത്ത് അവന് ഏറ്റവും ഇഷ്ടം എന്താണ്? മാമ്പഴ പുളിശ്ശേരിയും ചീര അവിയലുമാണ്. കൊള്ളാലോ. അപ്പൊ ചീര ഇല്ലാത്ത, അപ്പൊ മോൻ വരുന്നതിനനുസരിച്ചിട്ട് ചീര എവിടുന്നെങ്കിലും ഒപ്പിക്കുക. അമ്മ എവിടുന്ന് ഒപ്പിക്കുന്നതെന്നും ചോദിക്കരുത്, അവരെവിടുന്നെങ്കിലും ഒക്കെ ഒപ്പിക്കും. അത് മാത്രമല്ല, മാങ്ങ ഇല്ലാത്ത കാലത്ത് ഇവർ എവിടുന്നെങ്കിലും, കാര്യം എന്നാ, ഈ മോന് വേണ്ടിയിട്ടേ കൊടുക്കണമെന്ന്, അതിനു വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് ഇടും. ഞാന് സ്നേഹിക്കുന്ന എൻ്റെ മകന് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ മകനെയാണോ ഈശ്വരനെയാണോ കൂടുതൽ സ്നേഹിക്കേണ്ടത്?
ചോദ്യമായി, ഭഗവാനെ പ്രശ്നമായോ? ഒരു സംശയം വേണ്ട, നമ്മൾ ഈശ്വരനെയാണ് സ്നേഹിക്കേണ്ടത്. ഈശ്വരനെയാണ് സ്നേഹിക്കേണ്ടത്. ഇത് ഞാൻ ഇനി കർമ്മയോഗം വരുന്ന സമയത്ത് വേറെ രീതിയിൽ നമുക്കിത് കാണാറേ. പിന്നെ അത് മാത്രമല്ല, ബഹുമാനിക്കേണ്ടത് ആരെയാ ബഹുമാനിക്കേണ്ടത്? ഞാനൊരു കത്ത് എഴുതും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കത്ത് എഴുതും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അയക്കുക, എൻ്റെ കൂട്ടുകാർക്കാണ് അയക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാമർ ഒന്നും നോക്കാൻ പോകത്തില്ല. ഓക്കെ, ഐ ആർ ദി മാനേജർ, യു ആർ ദി മാനേജർ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പടച്ചു വിടും. നേരെ മറിച്ചോ, ഞാനിപ്പോ ഇതേ കത്ത് സ്വാമി സ്വരൂപാനന്ദിക്കോ അതല്ലെങ്കിൽ അത് കണക്ക് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കോ അതല്ലെങ്കിലോ പ്രധാനമന്ത്രിക്ക് അയക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലോ ഞാനൊരു കത്ത് എഴുതും. എന്നിട്ട് ഇത് അറിയാവുന്ന ബോധമുള്ള ഒരാളെ കൊണ്ട് നോക്കി കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് വേണ്ട തിരുത്തൊക്കെ വരുത്തി. നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ടില്ലേ? അറിയണ ബഹുമാനമുള്ള ഒരാളുടെ അടുത്തോട്ട് നമ്മളൊരു സാധനം അയക്കുന്ന സമയത്ത് അത്രത്തോളം നമ്മൾ ശ്രദ്ധ കൊടുക്കും. നമ്മള് പ്രധാനമന്ത്രിയാണോ ഈശ്വരനാണോ കൂടുതൽ ബഹുമാനിക്കേണ്ടേ? അത് പ്രധാനമന്ത്രിയാണ്, ഈശ്വരന് തന്നെയാണെന്ന് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു ഈശ്വരന് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ കർമ്മം ചെയ്യുമ്പോൾ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഭഗവാന് വേണ്ടിയിട്ട് ഞാനൊരു കർമ്മം ചെയ്യുമ്പോ ആ കർമ്മം പൊട്ടകർമ്മമായിരിക്കുമോ? അല്ലായിരിക്കും. ഈശ്വരാർപ്പണ ബുദ്ധി എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ രസകരമായിരിക്കും ഇത്. എന്താ രസകരം എന്നറിയാവോ? ഈശ്വരാർപ്പണ ബുദ്ധി എന്നതുകൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ബെസ്റ്റാണ്. എന്താ ഈശ്വരാർപ്പണ ബുദ്ധി കൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബെസ്റ്റ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേ, നമ്മുടെ ബെസ്റ്റാണ്. കാര്യം എനിക്ക് എന്റെ ബെസ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഭഗവത്ഗീതയിലെ കർമ്മയോഗമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ നമ്മളതാണ് ചർച്ച ചെയ്യുന്നത്. എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുന്നതിൽ എനിക്കൊരു ബെസ്റ്റ് ഉണ്ട്. എന്നെക്കാളും നന്നായിട്ട് ഇത് പറയാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഞാൻ എന്താ ചെയ്യാ? എനിക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നോക്കേണ്ടത്. ഞാൻ ആ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇത് പ്രസംഗ മത്സരമൊന്നും അല്ലല്ലോ. പിന്നെയോ ഇതെന്റെ ഒരു സ്വാധ്യായാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് ഇത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഏറ്റവും മികച്ച കർമ്മത്തിനെയാണ് കർമ്മയോഗം എന്ന് പറയാം. ഈശ്വരാർപ്പണ ബുദ്ധി മാത്രമല്ല, വേറൊരു കാര്യങ്ങളുണ്ട്. എന്താ രണ്ടാമത്തത്? പ്രസാദ ബുദ്ധി. കർമ്മയോഗം ഈസ് ഈക്വൽ ടു ഈശ്വരാർപ്പണ ബുദ്ധി പ്ലസ് പ്രസാദ ബുദ്ധി. എന്താ ഈ പ്രസാദ ബുദ്ധി? പ്രസാദ ബുദ്ധി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം റിസൾട്ട്, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ ഞാൻ ഭഗവാന്റെ പ്രസാദമായി കണ്ട് സ്വീകരിക്കും. ഞാൻ ചൂസ് ചെയ്യില്ല. എന്താണ് ഞാൻ ചെയ്യുന്ന കർമ്മം എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ റിസൾട്ട് ഞാൻ ഭഗവാന്റെ പ്രസാദമായി കണ്ട് സ്വീകരിക്കും. ഞാൻ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾ ആരും ചെയ്യുന്നതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടൂല. മനസ്സിലായില്ലേ? ഞാനിപ്പോ എന്ത് ചെയ്യുന്നത്? എന്റെ മാക്സിമം ഞാൻ ചെയ്തു, എന്റെ ബെസ്റ്റ് ചെയ്തു. ഇനി അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും അതില് മുഖം വെറുപ്പിക്കാതെ, മുഖം കറുപ്പിക്കാതെ, പിറുപിറുക്കാതെ അതിന് സന്തോഷത്തോട് സ്വീകരിക്കാം. അടുത്ത പ്രാവശ്യം എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാം. അതേ ഓപ്ഷൻ. നമ്മളൊരു കർമ്മം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യും. അതിന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഞാൻ സന്തോഷത്തോട് സ്വീകരിക്കും. അതിന്റെ അർത്ഥം ഞാൻ ഇനിയും ചെയ്യാതിരിക്കില്ല, അപ്പൊ ചെയ്യും. എന്താ? കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യും. നമ്മളിപ്പോ എന്താ ചെയ്യാന്നറിയാവോ? നമ്മൾ മികച്ച രീതിയിൽ ചെയ്യാൻ ശ്രമിക്കത്തില്ല. എന്നിട്ടോ ഇന്ന റിസൾട്ട് വേണം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ടിൽ ഒട്ടും തൃപ്തിയാകും. അതെന്ത് പറ്റും? ഭയങ്കര പ്രശ്നമാകും. ഗുരുദേവൻ പറയുന്നു, നമുക്ക് ഈ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ 3 കാര്യങ്ങൾ തടുക്കുന്നു എന്നാണ്. മികച്ച രീതിയിൽ ചെയ്യുന്നതിൽ നിന്ന് 3 കാര്യങ്ങൾ തടുക്കും. എന്താണ്? ഒന്ന്, വറീസ് ഓഫ് ദി പാസ്റ്റ്. ഭൂതകാലത്തെ പല കാര്യങ്ങൾ ഓർത്തിട്ടുള്ള വറീസ്. 2, എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ്, ആങ്സൈറ്റി അബൌട്ട് ദി ഫ്യൂച്ചർ. 3ാമത്തത്
എക്സൈറ്റ്മെന്റ് ഇൻ ദി പ്രസന്റ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാന് ഒരു പ്രസംഗിക്കാൻ പോവുകയാണ്, നോക്കാം. ഇതിനു മുമ്പ് ഞാൻ 3 പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, 3 പ്രാവശ്യം അത്യാവശ്യം കൂവിട്ടിട്ടുണ്ട്, ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്നെ വിളിക്കുന്ന സമയത്തും ഈശ്വര കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ആവോ, കഴിഞ്ഞ വർഷത്തേക്ക് ആവോ, കഴിഞ്ഞ വർഷത്തേക്ക് ആവോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോകുന്നതെങ്കിലോ എനിക്ക് എൻ്റെ മികവ് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ വെറീസ് ഓഫ് ദി പാസ്റ്റ്, എൻ്റെ ഡൂ ദി ബെസ്റ്റിനല്ലേ, ആ ബെസ്റ്റ് കൊടുക്കുന്നതിൽ നിന്ന് എന്നെ പുറകോട്ട് വെച്ചു. അതേപോലെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ആലോചിക്കണേ, ഞാൻ ഈ പ്രസംഗിക്കുന്ന കേട്ടിട്ട് വേണം, എന്താണ്, ഇന്നലെ എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ചിന്മയ ശങ്കരം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടേ, ചിന്മയ മിഷന്റെ. ആ പരിപാടിക്ക് പരിപാടിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ പൂജ ഗുരുജിയുടെ ക്യാമ്പിൽ എനിക്ക് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ചിന്ത വരുവാണ്, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് വേണം, അതിൽ ഇൻസ്പയർ ആയിട്ട് വേണം ആൾക്കാര് ഈ പരിപാടിക്ക് വരേണ്ടത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ പണി മേടിക്കും. കാര്യം ഞാൻ ഇൻസ്പയർ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറയും, അത് ചിലപ്പോൾ കത്തേണ്ട രീതിയിൽ കത്തില്ല, കൊള്ളേണ്ട രീതിയിൽ കൊള്ളില്ല, ചിലപ്പോൾ അത് പ്രശ്നമാണ്. ഫ്യൂച്ചറിനെ ഓർത്തിട്ടുള്ള ആങ്സൈറ്റിയും എന്നെ കൊണ്ട് എൻ്റെ ഡൂ ദി ബെസ്റ്റ് ചെയ്യിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത് മാത്രമല്ല, പ്രസന്റിലെ എക്സൈറ്റ്മെന്റ്. നീ മറ്റേ പ്രാഞ്ചിയേട്ടൻ സിനിമ കണ്ടിട്ടില്ലേ? അതിൻ്റെ അത് കൃത്യമായിട്ട് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റേജിലോട്ട് കയറുന്ന സമയത്ത് ആ പ്രസന്റിലെ എക്സൈറ്റ്മെന്റിനൊന്ന് കൂട്ടിവിടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സിദ്ദിഖ് എന്താണ്ട് ഒരു കാര്യം ചെയ്തു വിടുന്നതോടുകൂടി അങ്ങനെ പൂരങ്ങളുടെ പൂരം വെടിക്കെട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ടി വരും. ആലോചിക്കൂ, നമ്മളും ഇതേപോലാണ്. ഈ 3 കാര്യങ്ങൾ എന്താണ്? Worries of the past, anxiety about the future, പ്രസന്റിലെ എക്സൈറ്റ്മെന്റ്. ഇത് 3ഉം നമ്മുടെ ലീക്കേജ് ആണ് എന്നാണ്. നമ്മളെ കൊണ്ട് ഡൂ ദി ബെസ്റ്റ് ചെയ്യിക്കില്ല, നമ്മുടെ ബെസ്റ്റിനെ കൊണ്ടുവരത്തില്ല. ഒന്ന് ആലോചിക്കുക, മറ്റേ ഓസ് ഇല്ലേ, വെള്ളം അടിക്കുന്ന ഓസ്. ഈ ഓസിൽ 3 കീഴ്ത്തി ഉണ്ടെന്ന് വെച്ചോ, മെയിൻ ഹോളിൽ കൂടെ വരുന്ന വെള്ളത്തിന് എത്ര പവർ കാണും? പവർ കാണത്തില്ല. നേരെ മറിച്ച് ആ 3 കീഴ്ത്തുകൾ അടച്ചാലോ ഫ്രണ്ടിൽ കൂടെ നല്ല ശക്തിയില് വെള്ളം വരും. ആലോചിച്ചു, ഈശ്വരാർപ്പണ ബുദ്ധി ഏറ്റവും മികച്ച രീതിയിൽ വരാൻ എന്ത് വേണം? പ്രസാദ ബുദ്ധിയോടുകൂടി വേണം. ഇതിനെയാണ് പൂജ്യ ഗുരുദേവനും വേറെ പല മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ. എന്താണ്? ഡു ദി ബെസ്റ്റ്, ലീവ് ദി റെസ്റ്റ് എന്ന്. ഡു ദി ബെസ്റ്റ്, ലീവ് ദി റെസ്റ്റ്. ചെയ്യാം, ചെയ്തിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞതിന് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണം, എന്നിട്ട് വേണം വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറയാൻ. അത് നമ്മൾ ചെയ്യൂല. എന്നിട്ട് എന്ത് ചെയ്യും? എനിക്കിതേ കിട്ടിയുള്ളൂ, എന്താ ഇങ്ങനെ, അല്ലേലും ഈ ലോകം എന്നോട് ഇങ്ങനാണ്, ഈ ലൈനായിരിക്കും. ഏത് കർമ്മവും നമുക്ക് കർമ്മയോഗമാക്കി മാറ്റും. ഏത് കർമ്മം? നിങ്ങൾ സിനിമകൾ കാണണേ. സ്വാമി ഞങ്ങൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് നന്നാവാനാണ് ഇവിടെ വന്നേക്കുന്നത്. അല്ല, പല സിനിമകളുണ്ട്. ഇപ്പൊ മാണിക്യക്കല്ലെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. എന്താ? അതൊരു അധ്യാപകന്റെ കഥയാണ്. അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ട്, പൃഥ്വിരാജാണ് നായകൻ, ആ സ്കൂളിനെ നന്നാക്കി എടുക്കണം. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കൃത്യമാണ്, കർമ്മയോഗമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. അവിടെ പ്രൊഫഷൻ എന്താണ്? അവിടെ പ്രൊഫഷൻ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിലാണ്. എറിൻ ബ്രോക്കോവിച്ച് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടമുണ്ട്, നിങ്ങൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ജൂലിയ റോബർട്ട്സ് കണ്ടാണ് അഭിനയിച്ചത്. ഇതിൻ്റെ അകത്ത് ഇവരൊരു വക്കീലിന്റെ അസിസ്റ്റന്റ് ആണ്. മനസ്സിലായല്ലേ? ഇവർക്ക് ഒരു ജോലിയില്ല, അതായത് വലിയ ക്വാളിഫിക്കേഷൻ ഇല്ല, 3 പിള്ളേരുണ്ട് ഇവരെ വളർത്താൻ. പക്ഷെ ഇവർ വളരെ സ്മാർട്ടാണ്. ഇവര് ഒരു കമ്പനിയിൽ നിന്ന് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു നഷ്ടപരിഹാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അവസാനം വരെ, ഇത് റിയൽ ലൈഫ് സ്റ്റോറിയാണെന്ന് തോന്നുന്നു, എറിൻ ബ്രോക്കോവിച്ച് എന്നങ്ങാണ്ടാണ് പടത്തിന്റെ പേര്. ഓക്കെ, പടം കാണണം, വൺ ഓഫ് ദി ബെസ്റ്റ് പടമാണ്. മനസ്സിലായില്ലേ? അപ്പം അവിടെ ഒരു ഓഫീസ് അസിസ്റ്റന്റ്, അവര് ഈ ഈശ്വരാർപ്പണ ബുദ്ധിയും പ്രസാദ ബുദ്ധിയും എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നമുക്ക് അതിൻ്റെ കാണാം. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് അത്. ഞാൻ പറഞ്ഞ 2 പ്രൊഫഷന്റെ കാര്യമാണ് പറഞ്ഞത്. ഒന്നൊരു സ്റ്റാഫ്, ഒരു ഓഫീസ് അസിസ്റ്റന്റും വേറൊരു ടീച്ചറും. ഇതേ കണക്ക് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മയോഗ പാതയിൽ നിൽക്കുന്ന ധാരാളം ആളുകളാണ്. നമ്മൾ ചില സമയത്ത് എടുത്ത് കർമ്മയോഗം എടുത്ത് പറയും. എന്താണ്? അയാൾ ഭയങ്കര കർമ്മയോഗിയായിരുന്നു, ഇദ്ദേഹം മഹത്തരമായ കർമ്മയോഗങ്ങൾ.
അത് ടെക്നിക്കലി ശരിയാകത്തില്ല. കുറേ കാര്യങ്ങൾ ചെയ്ത ആളെ അല്ല കർമ്മയോഗം എന്ന് പറയാ. പിന്നെയോ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി ആ സേവന ഭാവത്തില് കർമ്മം ചെയ്യുന്ന ആളാണ് കർമ്മയോഗം. കർമ്മയോഗം ചിത്തശുദ്ധിയെ ഉണ്ടാക്കുന്ന ഈ ഭാവത്തിൽ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഞാൻ ഈ ഒരു ഭാവത്തിൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എന്താണ്, എനിക്ക് എന്റെ റിസൾട്ട് കിട്ടി തുടങ്ങും. എന്റെ മനസ്സ് ശാന്തമായി തുടങ്ങും. അതാണ് റിസൾട്ട്. അല്ലാതെ ഞാൻ ചെയ്ത കർമ്മം ഈ പ്രാവശ്യം പ്രസംഗ മത്സരത്തിന് ഞാൻ പ്രസംഗിച്ചു, ഞാൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രസംഗിച്ചാൽ തന്നെ എനിക്കൊരു തൃപ്തി ഉണ്ടാവും. എനിക്ക് സമ്മാനം കിട്ടണമെന്ന് പോലും കാണത്തില്ല. ഇല്ലേ? നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം അനുഭവിച്ചിട്ടില്ലേ നമ്മള്? അതുകൊണ്ടാണ് പറയാ, ഇതിന് പ്രത്യവായ ദോഷവും ഇല്ല, ഇതിന് അതിക്രമനാശവും ഇല്ല. ആറ്റിറ്റ്യൂഡാണ് പ്രധാനം. ആറ്റിറ്റ്യൂഡാണ് പ്രധാനം, കർമ്മമല്ല. ഏതൊരു കർമ്മത്തിനെയും ഈ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ചെയ്താൽ അത് നമ്മളെ ഉയർത്തും. സാധാരണ കർമ്മങ്ങള് രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കും, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഉണ്ടാക്കും. ഈ കർമ്മയോഗം എന്താണ്? രാഗദ്വേഷങ്ങളെ ഇല്ലാതെയാക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാം. 3-ാം അധ്യായം വരുമ്പോൾ വേറൊരു ആസ്പെക്റ്റിൽ ഭഗവാൻ ഈ കർമ്മയോഗത്തിനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരും. ഓക്കെ, ഇനിയോ ഇത് സ്വല്പമപ്യസ്യ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചെങ്കിലും ചെയ്താൽ പോലും അത് തന്നെ നമ്മളെ വളർത്തും എന്നാണ്. കർമ്മയോഗം തരേണ്ട ചിത്തശുദ്ധി നമുക്ക് നൽകുന്ന മാത്രമല്ല, പിന്നെന്താണ്, ഉദാഹരണം പറഞ്ഞാൽ ധർമ്മം, ചെയ്യേണ്ട ധർമ്മം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇത്രയെങ്കിലും ആചരിച്ചാൽ ആരെങ്കിലും ഒക്കെ നമ്മളെ സഹായിക്കാൻ വരുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നാ എന്താ ഒരു കഥയുണ്ട്, എന്നാ പഞ്ചതന്ത്രം കഥയിലെ കണ്ടൊരു കഥയില്ലേ, ഒരു എന്താ എലിയെ സിംഹം കൊല്ലാതെ വിടും. അറിയില്ലേ? മേത്ത് വീഴുന്ന എലിയെ തിന്നാൻ പോകുമ്പോൾ എലി പറയും എന്നെ തിന്നാൻ വിശപ്പ് മാറില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് വളരെ എലിയെ കൊല്ലാതെ വിടും. അതൊരു ചെറിയൊരു കാര്യമാണ് ഇല്ലേ? പക്ഷെ ഇതേ എലി പിന്നെ വന്നിട്ട് എന്താണ്, ഈ സിംഹത്തിനെ മൂടിയ വലയെല്ലാം അറുത്ത് മുറിച്ച് സിംഹത്തിനെ രക്ഷിച്ചു എന്നുള്ള കഥയൊക്കെ ഇല്ലേ? കഥ മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ എവിടെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയ നന്മ വേറൊരു സ്ഥലത്ത് അതിന്റെ 10 മടങ്ങായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി ടെക്നിക്കലി നോക്കിയാലോ, ഈ കർമ്മയോഗം ചെറുതായിട്ട് ചെയ്തു തുടങ്ങുന്നതാണ് നമ്മുടെ ആധ്യാത്മിക പാതയിലേക്കുള്ള ഉയർച്ച. അത് നമ്മളെ മഹത്തരമായിട്ടുള്ള എല്ലാ ഭയങ്ങളിൽ നിന്നും ഒഴിവാക്കും. ഓക്കെ, എന്നിട്ട് എന്താണ്, എന്നിട്ട് നമ്മൾ ഇനി ബാക്കി കാണാം. നമുക്ക് എന്താണെന്ന് നമുക്ക് ബാക്കി കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.